ഓഹോ, അങ്ങനെ പറഞ്ഞ എന്നിട്ട് അവൻ ഇപ്പൊ എവിടെ? ആ കാണാം. എവിടെടാ മൈ? ആ 10 മണിക്കാ? എന്ന്? ഇന്നാ? എടാ പോടാ, അവിടെ നിന്ന് 10 മണിക്ക് നടക്കൂല. അത് ഞാൻ ഒരു സ്ഥലം വരെ പോണ്. എടാ എന്തടി? എടാ ഞാൻ വിളിക്കാം ഇല്ലേ? ഇന്നെന്തായാലും നടക്കൂല. എന്ത് വെച്ചേ? ഫോൺ വിളിച്ചിട്ട് കണ്ടില്ലേ നീ? ചേട്ടാ അറിയാവുന്ന ഓട്ടോ വിളിച്ചാ മതി ചേട്ടാ. എന്നാ പിന്നെ 5 പേർ കൂടെ പോവാം. ഇപ്പൊ ഞാൻ ഓട്ടോ വിളിച്ചിട്ട് വലിയ കാര്യം ഒന്നും തോന്നുന്നില്ല. ആരും ഇറങ്ങുന്നില്ലല്ലോ. ഇതൊന്നും ടാക്സി വിളിക്കുന്നതിന് മുമ്പേ ഗേറ്റിന്റെ വെളി വന്നിരിക്കണം. വണ്ടി വന്നാച്ചാ? വരും. കേശുടെ ഫോൺ വിളിച്ചോണ്ടിരിക്കല്ലേ, വണ്ടിയുടെ കാര്യം നോക്കാഞ്ഞേ ചേട്ടന് സമയം. டே கேசு, அம்மா வந்து சீக்கிரம் கிளம்பணும்னு சொன்னாங்க. இப்பவே மணி 7:30 ஆச்சு. 8 മണി ആയെന്നും പറഞ്ഞോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ അവിടെ ചെല്ലുമ്പോ ആരും തൂക്കിക്കൊല്ലത്തൊന്നും ഇല്ലല്ലോ എന്റെ പൊന്ന് ആന്റിയെ. என்னடா கேசு, நிறைய வேலை இருக்கு. இப்ப கிளம்பினா தான் எல்லாமே முடிச்சு திரும்பி வர முடியும். എല്ലാ വേലയും നമുക്ക് ചെയ്യാം, ഒരു പ്രശ്നം. എടാ എന്താ യോ എത്ര ദിവസത്തിന്? 1 മാസത്തേനാ? എടാ പക്ഷേ ഇന്ന് നടക്കൂല. നീ ഞാൻ വിളിക്കാം. ആരാട്ടാ വിളിച്ചേ? എന്റെ ഒരു ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? ഒരു ഫ്രണ്ട്. എന്റെ എല്ലാ ഫ്രണ്ട്സിനെ നിനക്കറിയൂ? അല്ല, ചില ഫ്രണ്ട്സിനൊക്കെ എനിക്കറിയാം. പേര് പറ. അവർ റെഡി ആയെന്ന് നോക്കുമ്പോ. டே கேசு, என்னடா விஷயம்? വിഷയം എന്ന് പറഞ്ഞാല് കൊറേ വിഷയമുണ്ട്. അവരിപ്പോ റെഡി ആയോ അതോ ഇപ്പോഴും അടുക്കള കിടന്ന് തത്തത്തെ കളിക്കുവാണോ? അത് മാത്രം പറ. நாங்கெல்லாம் எப்பவோ ரெடி. காலங்கார்த்தால எழுந்திரிச்சு பிரேக்ஃபாஸ்ட் சமைச்சோம், லஞ்ச் சமைச்சோம், எல்லாமே ரெடி. இனி போனா மட்டும் போதும். வண்டி கூப்பிடுறா. ആന്റി അവിടെ ചെന്നിട്ട് പാഴ്സൽ മേടിച്ചാ പോരെ? நிறைய காசாவும் பாரு. எதுக்கு பார்சல் எல்லாம்? எல்லாம் வேணாம். ഇതെല്ലാം ചുമന്നോണ്ട് പോണ്ടേ ആന്റി? ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കാതെ ഓട്ടോ വിളി. ഓട്ടോക്കാരൻ എടുക്കണല്ലേ? അയ്യോ, എനിക്ക് വേറെ വണ്ടി അറേഞ്ച് ചെയ്യും. വേറെ വണ്ടി അറേഞ്ച് ചെയ്യ. നീ ആത്തോ അവരെ അറേഞ്ച് ചെയ്യപ്പോ. டே சீக்கிரம் கூப்பிடுறா. கூப்பிடாம் செல்லு. வா பாரு சீக்கிரம். അമ്മൂമ്മ, ഓ വാ പോണ്ടേ. വരുന്നു. ഓ മതി വച്ചേ. അല്ല, ഈ കേശു ഇതോടെ പോയിരിക്കുവാ? ഇത് മാത്രമല്ല, വേറെ ബാഗൊന്നുമില്ല. അയ്യോ, ഞാൻ എന്റെ ബാഗ് എടുത്തില്ല. ബാഗ് എടുത്തോണ്ട് വരട്ടെ. ആ കണ്ണടയും കൂടെ എടുത്തോ. എന്നിട്ട് പടവലെത്തുമ്പോഴേക്കും പറയാം, അയ്യോ കണ്ണട എടുത്തില്ല, അതെടുത്തില്ല, ഇതെടുത്തില്ലെന്ന് പറയും. എടുക്കാം. ഇതിനകത്തില എന്റെ കണക്കെഴുതിയ ബുക്കല്ല. പിന്നെ കയ്യിലുള്ള പൈസ മൊത്തം എടുത്തോ. അല്ലെങ്കിൽ അവിടെ പോയിട്ട് ലച്ചു അവർക്ക് അത് അയച്ചു കൊടുക്ക്, ലച്ചു ഇവർക്ക് ഈ പൈസ അയച്ചു കൊടുക്ക് എന്നൊന്നും എന്റെ അടുത്ത് പറയരുത്. എന്റെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ പറഞ്ഞാലും ആ പറയുന്ന പൈസ എല്ലാം തിരിച്ചു തരാറില്ലയോ? അങ്ങനെ എല്ലാം തന്നിട്ടൊന്നുമില്ല, ചിലതൊക്കെ മിസ്സിംഗ് ആണ്. എവിടാ മിസ്സിംഗ് ആയത്? പറഞ്ഞേ. ഞാനേ അമ്മൂമ്മനെ പോലെ കണക്ക് എഴുതി വെക്കാറില്ല. പാർവതി വരുന്നില്ലേ? വരുന്ന ചേച്ചി. അല്ല ലച്ചു, ജനാർദ്ദനും സീതയൊക്കെ എപ്പോ വരുമെന്ന് പറഞ്ഞു? കല്യാണം കൂടാൻ പോയതല്ലേ. കല്യാണമൊക്കെ കൂടി 2 ദിവസം കസിന്റെ വീട്ടിലൊക്കെ നിന്നിട്ട് വരുള്ളൂ എന്നാ പറഞ്ഞേ. നീ എന്തിനാ ബാഗ് എടുത്ത്? എല്ലാരും ബാഗ് എടുത്തില്ല, അപ്പൊ ഞാനും ബാഗ് എടുത്തു. പടാലം വരെ ചുമന്നോളാം. ഞാൻ ചുമക്കൂലട്ടാ. ഞാൻ ചുമന്നോളാം. ചെറുക്കനെ കാണുന്നില്ലല്ലോ. ഇനി എന്തെങ്കിലും സാധനം എടുക്കാനുണ്ടോ? ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ ആർക്കെങ്കിലും? എന്റെ ഒന്നുമില്ല. വെള്ളം എടുത്ത് വെച്ചാ? അതേണ്ട, വെള്ളം 2 കുപ്പി. ഈ ചെറുക്കനത് എവിടെ പോയി കിടക്കുവാ? അയ്യോ, ഇങ്ങോട്ടൊന്ന് വാടാ. അയ്യോ, നിനക്കെന്താ പറ്റിയേ? എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലെന്നാ? എന്നാ ബാ പോവാ. ബാത്റൂമിൽ പോണ? ശരിയാവൂല.
என்னடா கேசு ரொம்ப முடியலையா உனக்கு? അല്ലെന്ന് എടാ തിന്നുമ്പോ വയററിഞ്ഞ് തിന്നടോടാ. രാത്രി മൊത്തം എന്തെങ്കിലുമൊക്കെ കുത്തി കയറ്റിയിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് അവന് ചേച്ചി അത് സംഭവം ഞാൻ ഇത് അറിഞ്ഞുകൊണ്ടല്ലോ ഇത്. ഇവന് രാവിലെ എന്തെങ്കിലും തിന്നാൻ കൊടുത്തായിരുന്നോ? ഇല്ല. നീ എന്ത് കഴിച്ചേ? ഞാൻ രാവിലെ ഫ്രിഡ്ജിൽ ഇരുന്ന ചപ്പാത്തിയും മീൻകറി ഇല്ലായിരുന്ന അതൊന്ന് കഴിച്ച്. ചൂടാക്കാതെയാ? கேசு உனக்கு நான் இன்ஜினியரும் வெளுத்துள்ளியும் சதைச்சு கொண்டு தரேன். அப்ப எல்லாமே சரியாகும். വേണ്ട, ഇഞ്ചിനീര് ചതയ്ക്കാൻ നിന്ന് കഴിഞ്ഞാ സമയം പോവും. ഓട്ടോ ഇപ്പൊ വരും. ചേട്ടാ ചേട്ടൻ നേരത്തെ അവിടെ വെച്ച് ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോ ചേട്ടൻ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. കൂളായിട്ടല്ലേ സംസാരിച്ചേ? ஆமா, அப்பா அம்மா ஒரு பிரச்சனையும் இல்லம்மா, நல்லா தான் பேசினா. അപ്പോഴും വേദനയുണ്ട്. അപ്പൊ കുറച്ച് വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ വേദന കൂടി കൂടി കൂടിയോ. ആശുപത്രി പോവാ. ആശുപത്രി പോവാം. ആശുപത്രി പോണ്ട, ആശുപത്രി വരെ ഇരിക്കൂല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ലച്ചു, ഇന്നത്തെ മാറ്റി വെക്കാം, നാളെ പോവാം നമുക്ക്. എന്നാ പിന്നെ നാളെ പോവാം. പൊക്കോ, കൊറേ പ്ലാൻ ചെയ്തല്ലേ നമ്മള്. ഇനിയിപ്പോ ഇതേപോലെ എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ഒരു ദിവസം പോവാൻ പറ്റണമെന്നില്ല. ഇന്ന് തന്നെ പൊക്കോ, വണ്ടി പോരും. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു 10 മിനിറ്റ് കക്കൂസി ഇരുന്ന ഒരു അരമണിക്കൂർ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. എന്നിട്ട് പോകുന്ന വഴിക്ക് വല്ല ഇനിയിപ്പോ അർജന്റൊക്കെ വന്ന് കഴിഞ്ഞാൽ പെട്രോൾ പമ്പിലൊക്കെ നിർത്തിയാ പോരെ? അത് പറ്റൂല, നമ്മൾ ഓട്ടോയിലല്ലേ ചേച്ചി പോകുന്നത്. ഈ കുലുങ്ങി 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 ചിലപ്പം അറിയാതെ ടാപ്പ് തുറന്ന. എടാ വല്ല പറമ്പിൽ നിർത്തി തരാടാ. എനിക്ക് അറിഞ്ഞപ്പോ ശരിയാവൂല, വേദന എടുക്കണം. നിങ്ങൾ പൊക്കോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാമോ, നിങ്ങൾ വിട്ടോ, ഞാൻ ഇവന് വേണ്ടി ഇവിടെ കൂട്ടിരിക്കാം. வேண்டாம் லட்சு, நீ போய்க்கோ, நான் இங்க இருக்கிறேன். അതെങ്ങനെ നീ ഇന്നാ ശരിയാവുന്ന? നീ എന്റെ കൂടെ അവിടെ വേണ്ടയോ? പാവമ്മാ. അത് കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ. ഞാൻ എന്റെ കൂട്ടുകാരെ ആരെങ്കിലും വിളിച്ച് ഇവിടെ നിർത്തിക്കോളാം. പ്രശ്നം കഴിഞ്ഞല്ലോ. ഇഞ്ചിനീരൊക്കെ ഞാൻ തന്നെ പിഴിഞ്ഞു കുടിച്ചോളാം. എടാ വാടാ, പോകുന്ന വഴിക്ക് വല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും കാണിക്കാം. ഞാൻ അവിടെ വരെ എത്തൂല ചേച്ചി, അതാണ് പ്രശ്നം. അമ്മൂമ്മ പൊക്കോ. അവിടെ കുറെ പരിപാടിയൊക്കെ ഇല്ലേ, കുറെ കാശൊക്കെ കളക്ട് ചെയ്യാനില്ലേ. മറ്റേ തേങ്ങ വിറ്റേന്റെ കാശ് മേടിക്കണം, കൊല വിറ്റേന്റെ കാശ് മേടിക്കണം, പിന്നെ റബ്ബർ ഷീറ്റ് വിറ്റേന്റെ കാശ് മേടിക്കണം. അയ്യോ, അതെന്തായാലും മേടിക്കണം. അതെ, അല്ലെങ്കിൽ ഉമേഷ് അങ്ങ് മേടിച്ചെടുക്കും. കറക്റ്റാ. ഞാൻ ഉമേശനെ വിളിച്ചെല്ലാം പറഞ്ഞേക്കാം. ഇറങ്ങിക്കോ, വണ്ടി ഇപ്പൊ എത്തും. ചേട്ടാ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ആംബുലൻസ് വിളിച്ചങ്ങ് പോവാം. ഇതിനാരെങ്കിലും അവിടെ നിന്ന് എത്തിക്കോ, കൊണ്ടുപോവോ? മോളെ, എന്റെ പൊന്നുമോള് പോടാ. എടാ വച്ചേ, വയറ്റ് വേദന ഇച്ചിരി കുറഞ്ഞാലേ ഊര് ചുറ്റാൻ ഇറങ്ങല്ലേ. ഇല്ലമ്മ, സത്യമായിട്ടും ഇല്ല. എത്ര കുറഞ്ഞാലും ഞാൻ ഉരുവിട്ട് ഇറങ്ങൂല. എന്നാ പിന്നെ വാ മമ്മി, നമുക്ക് പോവാം. ഷുവർ? അയ്യോ ഷുവർ. ഞാനെന്ത് ബാത്റൂമിൽ പോട്ടെ. പോണ്ടാ. സൂക്ഷിച്ചോണേ. പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. പൊന്നോ, ഇടിലോസ്കി വീട് ആരെയാടാ? അതൊക്കെ പറയാ, ഉടമസ്ഥനെ പേരുകളിയാ. അളിയോ ജോഷുവ മോനെടാ. അളിയോ എടാ, നീ ഇവന്റ് ഓർക്കാണെന്ന് പറഞ്ഞില്ലല്ലോ. എന്താ ഞാൻ കേട്ടില്ല, എന്ത് പറഞ്ഞേ? അളിയാ, നീ പറഞ്ഞാളെ എത്തിച്ചിട്ടുണ്ട്. എത്ര നാളായിട്ട് പൊന്ന് ചക്കരെ കണ്ടിട്ട്. ഹെൽമെറ്റ് എവിടെയാ? സുഖായിട്ടിരിക്കണടാ. എത്ര നാളായിട്ടാ കണ്ടിട്ട് നമ്മള്? കൊറേയില്ലോ. കോളേജ് പിരിഞ്ഞതിന് ശേഷം അവനെ കണ്ടിട്ടില്ലെന്ന് തോന്നലടാ. അതെ. അല്ലല്ലോ, ലാസ്റ്റ് ഒരു തവണ കണ്ടല്ലോ. എവിടെയോ. എവിടെടാ? നീ മറന്നോ?
റാങ്ക് കിട്ടിയപ്പോ അവിടെ ആ എനിക്ക് സെക്കൻഡ് റാങ്ക് കിട്ടിയപ്പോ ഞാൻ ചെലവ് ചെയ്യാൻ വിളിച്ചപ്പോ വന്ന് ചായ കുടിച്ചിട്ട് പോയത് കറക്റ്റല്ലേ? അന്നേ ഇവൻ എന്നെ കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോടാ. ഞാൻ എന്തോ ചക്കരയാണെന്നോ തേനാണെന്നോ മുത്താണെന്നോ എന്തൊക്കെയോ എടാ എന്നിട്ട് പിന്നെ അവൻ എന്നെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞല്ലടാ. അതെ അത് ഇന്നലെയോ മെനഞ്ഞാന്നോ അങ്ങാണ്ടാണെന്ന് തോന്നുന്നു. എനിക്കൊരു സംശയം ഉണ്ടളിയാ. നീ അവന്മാരടുത്ത് എന്തൊക്കെയോ പറഞ്ഞല്ലേ? ഞാനോ? നിന്നെ കുറിച്ചോ? അച്ചോടാ നീ ഒരുപാട് അഭിനയിക്കില്ല ചക്കരെ. അപ്പൊ കേശു കണ്ടതിൽ സന്തോഷം. പോയിട്ട് ധൃതിയുണ്ട്. നീ എവിടെ പോണ്? അല്ല വീട്ടിലേക്ക് പോണം. നിനക്ക് ബാംഗ്ലൂര് പോവാനല്ലേ? അത് നാളെ അല്ലേ? അല്ല ചെന്നിട്ട് ഒരുപാട് പണിയുള്ളതാ. ആണോ? പിന്നെ പാക്ക് ചെയ്യാനായിരിക്കും. ഞാൻ നിന്നെ പാക്ക് ചെയ്തോളാം. വാടാ വീട്ടിൽ കയറിട്ട് പോടാ. വേണ്ട. നീ ആദ്യമായിട്ടല്ലേ എന്റെ വീട്ടിൽ വരുന്നേ? എന്നിട്ടൊരു ചായ എങ്കിലും കുടിക്കാതെ മോശമല്ലേ? ചായ വേണേ അപ്പൊ വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് ഇറങ്ങി ചോദിച്ചു നോക്കിയാ അല്ലേ? എന്നാ കോഫി കുടിക്കാം. ഒന്നും വേണ്ട. ജ്യൂസ് കുടിക്കാണ്. വേണ്ട, നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ശരി, ഒരുപാട് സന്തോഷാണെങ്കിൽ വീട്ടിൽ കയറിട്ട് വേണ്ടെന്നാ. ധൃതിയുണ്ട്, ധൃതിയുള്ളതാ. നീ പോവല്ലേ, നീ അവിടെ നില്ല്. നീ പോയി കഴിഞ്ഞാ പിന്നെ വിളിക്കത്തില്ല. ഒന്നാമതേ കോളേജ് കഴിഞ്ഞതിന് ശേഷം നീ എന്നെ ഇതുവരെ ഒരു തവണ പോലും വിളിച്ചിട്ടില്ല. യവന്മാരൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും എന്നെ ഫോൺ വിളിച്ചോണ്ടിരിക്കും. അതെ, ഞാൻ തന്നെ എന്നും വിളിക്കണം വിചാരിക്കും, പക്ഷെ മറന്നു പോവും. തിരക്കല്ലേ? തിരക്ക് ശരി നീ മറക്കും. പിന്നെടാ നീയേ നമ്മുടെ ഈ കലൂർ സ്റ്റേഡിയം ഇല്ലേ? സ്റ്റേഡിയത്തിന്റെ അവിടെ നമ്മുടെ എതിർ ഗ്യാങ് ഉണ്ടല്ലോ മറ്റേവന്മാര്, അവന്മാരുടെ കൂടെ കറങ്ങി അടിച്ച് നടക്കുന്നു എന്ന് അവന്മാര് പറയുന്നു. സത്യം? എന്ത് നോണെ പറ്റി നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടാ? എടാ ഞാന് അവിടെ പോവും, അവരെ കാണും, കൂട്ടത്തിൽ അവരെയും കാണും. അവരെയും കാണും, എല്ലാരെയും കാണും. നീ എല്ലാരും വേണ്ടേ? എല്ലാരും വേണം. ശരി, എല്ലാരും വേണം നമുക്ക്. അത് ഞാൻ അങ്ങ് വിട്ട്. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ ഈ മുഖത്ത് നോക്കി പറയണം. ഇതാണ് വീട്, കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അവന്മാര് ഇപ്പം. പിന്നെ ഇല്ലെങ്കിൽ എന്നെ ഫോൺ വിളിച്ച് പറയണം. അല്ലാതെ മറ്റേവന്മാരെടുത്ത് യവന്മാരെടുത്തും അല്ല പറയേണ്ടത്. കേട്ടേ? ഉറപ്പാണേ? വാ ചായ കുടിക്കാം. ഇല്ല, ധൃതിയുണ്ടേ. ഇവിടെ നിങ്ങൾക്ക് ധൃതി ഉണ്ടോ? ഒരു ധൃതിയില്ല. എനിക്ക് ധൃതിയുണ്ട്. അത് കുഴപ്പമില്ല. മോമ്പാ ജോഷുവാ പയസേ വാടാ. കുറച്ച് ചായയും കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കാം. കാല് നിലത്ത് കുത്തടാ. നിന്റെ കാല് നിലത്ത് കുത്തിയാ നീ ഓടും. ഇല്ലടാ, ഞാൻ നടന്നു വരാം. നിനക്കിന്ന് അവിടെ അല്ലടാ, ഇപ്പുറത്തിരുത്താ. ചേറ് വയ്യളിയല്ലേ? അയ്യോ എടാ, തിരിച്ചിരുത്താ. ഇപ്പൊ ഒരുമാതിരി എന്താ പറഞ്ഞ പുട്ട്. ഓക്കെ, അടച്ചു മതി. വാതിൽ തുറന്നിടാ. എങ്ങനെ? സൗണ്ട് പുറത്ത് കേൾക്കും. വാതിൽ തുറക്കാൻ പറ്റില്ല. പറ്റില്ല. നീ ഇങ്ങനെ പേടിക്കണ എന്തിന്? നിന്നെ നമ്മൾ വല്ലതും ചെയ്യൂ? ചേട്ടാ ഞാൻ എന്ത് ചെയ്യാടാ എന്റെ പൊന്നു മക്കളെ, ഞാൻ വല്ലോ ചെയ്യോ? ഒന്നില്ലെങ്കിലും നമ്മൾ കുറെ കാലം കൂട്ടുകാരല്ലായിരുന്നോ? ഇപ്പോഴും കൂട്ടുകാരാണ് എന്ന് പറയപ്പെടുന്നു. നിന്നെ നമ്മൾ വല്ലതും ചെയ്യൂ? ചെയ്യൂ അല്ലേ? നീ എന്താ പറഞ്ഞേ? ഞാൻ എന്ത് പറയാൻ? ഏകദേശം അപ്പത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ. അത് ഈ പൊട്ടന്മാര് കാര്യമായിട്ടെടുത്തു. അപ്പൊ നീ തന്നെ പറഞ്ഞത് നീ അങ്ങ് ഉറപ്പിച്ച് അല്ലടാ? നീ ശരിക്കും നീ ചത്തു പോണം. നീ എന്ത് കനന്തിലോടാ വിളിച്ചു പറഞ്ഞ എന്നെ കുറിച്ച്? നീ ഞങ്ങളുടെ കൂടെ കൂട്ടുകാരനെ നിന്ന കാലം മുതലും നീ നമ്മുടെ കൂടെ അല്ലായിരുന്നു. നീ ഓപ്പോസിറ്റ് ആയിരുന്നു. നമ്മുടെ ഞങ്ങളുടെ ഇടയിൽ അതും ഇതൊക്കെ പറഞ്ഞത് ഞങ്ങളെ തമ്മിൽ തല്ലിക്കുക, അതല്ലായിരുന്നു. നീ വേറെന്തോ പറഞ്ഞല്ലേ അമ്മയുടെ അടുത്ത്? എന്തോടാ പറഞ്ഞേ? ഞാൻ സെക്കൻഡ് റാങ്ക് മേടിച്ചതിന് ശേഷം ഞാൻ കിഴങ്ങനായി മാറി, ഞാൻ വെറും ഒരു മൊണ്ണയാണെന്ന്. അപ്പത്തൊരു ഷോയില് പറഞ്ഞതല്ലേ? നീ പറഞ്ഞ ഷോ അത് ഞാനിപ്പൊ നിനക്ക് തീർത്തു തരാം. ഞാൻ എന്നെ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, ഞാൻ വെറും ഷോ മാത്രമാണ്. നീ എനിക്ക് ഓങ്ങി വെച്ചിട്ടുണ്ടെന്നല്ലേടാ? ഓങ്ങി വെച്ചിട്ടുണ്ടെന്നല്ലേ താടാ? നീ ഓങ്ങി വെച്ച താടാ എനിക്ക് തലടാ. എന്നാ തലടാ. അത് അപ്പൊ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ. നീ കുറെ നേരം അല്ലടാ നിന്റെ ആവേശം എന്ന് പറയുന്നത്. നിന്റെ ആവേശം ഞാൻ ഇന്ന് തീർക്കും. ചോദിച്ചുവാ ഇവനെ തല്ലണോ? അളിയാ, പണ്ട് തൊട്ടുള്ളൊരു പറച്ചിലാണ്, നിങ്ങളെ വീട്ടിലെ ആളെ കൊണ്ടൊന്ന് എല്ലാരും കൊണ്ടു ഇടിക്കുന്നു. അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ എന്റെ അളിയാ. ശരി, ഇവനെ തല്ലണില്ല. പകരം ടൂൾസ് ഇരിപ്പുണ്ട്. ആ നഖം ഒന്നൊന്നായിട്ട് പിഴുതെടുക്കാം. അയ്യോ, അതിനൊക്കെ കുറെ സമയം എടുക്കത്തില്ല അളിയാ? കുഴപ്പമില്ലടാ, സമയമെടുത്ത് എൻജോയ് ചെയ്ത് ചെയ്യും ഞാൻ. ആ മുടി ഒന്നൊന്നായിട്ട് ഞാൻ പിച്ചെടുക്കും ഞാൻ. അയ്യോ
വേണ്ട. ചേട്ടൻ ഇപ്പൊ പൊക്കോ, വിളിക്കുമ്പോ വന്നോ. എന്താ ലച്ചു, എന്തിനാ നമ്മൾ തിരിച്ചു വന്നേ? നീ ഒന്ന് കാര്യം പറഞ്ഞേ. പയ്യെ പറയാൻ പറ്റുമോ? പറയാം. എന്തൊക്കെയോ എവിടെ എന്തൊക്കെയോ ചീന കയറുന്നുണ്ട്. അപ്പൊ ഇനി പടവലത്ത് പോകുന്നില്ലേ? പടവലത്ത് പോവാം. லெச்சு அப்படின்னா இந்த சாப்பாடெல்லாம் என்ன செய்வோம்? അത് കഴിച്ച് തീർത്താ പോരെ? തീർക്കാം. அப்படின்னா சாப்பிட்டு முடிச்சதுக்கு அப்புறம் போலாமா? മിണ്ടാതിരിക്കൊന്നു വാ. എന്റെ ലച്ചു, നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ എന്തോ കാര്യമൊന്നൊന്ന് പറയുവോ? സംതിങ് ഫിഷി. அம்மா மீன் குழம்பு வைக்கிற விஷயம் சொல்ல போறான். എന്റെ പൊന്നെ ആന്റി, അതൊന്നും അല്ല, ഇങ്ങോട്ട് വാങ്ങി. അതെ, മിണ്ടാതെ എല്ലാവർക്കും വരാൻ പറ്റൂ. എന്നാ വാ. കണ്ടാ വണ്ടികളുണ്ടോ? അല്ല, വയറ്റുവേദന കൂടുവാണെങ്കിലേ കൂട്ടുകാരെ വിളിച്ചു വരുത്തുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ വല്ലതും വിളിച്ചു വരുത്തതായിരിക്കും. അത് ജോഷേട്ടന്റെ ബൈക്കാ. എന്തായാലും വാ നോക്കാം. ലച്ചു, കൊച്ചേ, അതിലേക്കൂടെ വരുന്നത്. പയ്യെ പറ. എന്താ അതിലേക്കൂടെ വരാതെ ഇതിലേക്കൂടെ പോന്നേ? അവിടെ നിക്ക് പറയാം. കല്ല് പറഞ്ഞേ. അകത്തുനിന്ന് പൂട്ടിയിട്ടില്ല. അതിന് നിനക്കൊരു കാര്യം അറിയോ? ഒരിടക്കേ പാറമട കേശു എന്ന് എന്റെ പേര് കേട്ടാ ഇവിടെ മിനിമം ഒരു 10-25 നിന്ന് വിറയ്ക്കും. ആ പച്ച ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വന്നാ അത് പിന്നെ ഈ കോട്ടയാണ്, കേശുവിന്റെ കോട്ടയാണ്. കേശുക്കോട്ട. ആ അതെ. ആ എന്റെ അടുത്താണ് നീ വെള്ളത്തിലെടുക്കണത് കേട്ടാടാ. പിന്നെ ഞാൻ മണ്ണ് തീറ്റിക്കൂടാ. അയ്യോ, മണ്ണ് തീറ്റിക്കല്ലേ കേശു. അത് കാല് മേടിച്ചാ പിടിക്കാ പ്ലീസ്. ഒന്ന് വേണ്ട കേശു, എനിക്ക് ബാംഗ്ലൂരിൽ പോണടാ. നീ ഇന്ന് ഇവിടുന്ന് ബാംഗ്ലൂരിൽ പോയതുപോലെ തന്നെ നീ ഇനി ഇവിടെ കിടക്കും. ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ഇവിടെ കിടന്ന് നീ അലയും. നീ എടാ, എന്റെ കൈയൊന്നും വിടറാ, എന്നാലല്ലേ കാല് പിടിച്ച് കരയാൻ പറ്റൂ. നീ കാല് പിടിച്ച് കരയണം. പക്ഷെ ഇതിപ്പോ അല്ല, എല്ലാം കഴിഞ്ഞിട്ട്. നീ എന്താ പറഞ്ഞേ? നീ എന്തൊക്കെയോ എന്നെ കുറിച്ച് പറഞ്ഞത് മൊത്തം ഞാൻ കേൾക്കുകയും ചെയ്ത്. പക്ഷേ ഇനി നീ എന്നെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. അതിന് നിന്റെ ആ നാക്ക് ഞാൻ പിഴുതെടുക്കും. നാക്ക് പിഴുതെടുക്കണോ? എനിക്ക് അവന്റെ എന്തെങ്കിലും പിഴുതെടുക്കണം. എടാ, ചെലവിയാടാ, ചെലവിയ. മന്തി മേടിച്ചു തരുമോ? ഒക്കെ മേടിച്ചു തരാം. ഒന്ന് വിടറാ. മന്തി മേടിച്ചു തരാം. മണ്ട അടിച്ചാൽ കൃപ്പിടാവനാ. മന്തി മേടിച്ചാ പറഞ്ഞപ്പോ തന്നെ എന്താ പറഞ്ഞ നീ എന്റെ കാല് പിടിക്കാന്ന് പറഞ്ഞില്ലേ? നീ പിടിക്കണം. നിന്നെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും. പക്ഷെ അതിന് മുമ്പ് ഇവിടെ കാലം ഊരിയെടുത്താല. അയ്യോ വേണ്ട, അവന്റെ തലയോട് ഊരിയെടുക്കാം. ഇവിടെ ഒരു സ്ഥലം പോരാ. അങ്ങോട്ടിട്, അങ്ങോട്ടിടാ. സോഫയുടെ അങ്ങോട്ടിട്. ചാടി പാടിയാ അങ്ങോട്ടിട്. പോട്ട്. ലെഫ്റ്റ്. നീ കിടന്നിട്ട് സൂചിച്ചിട്ട് പോയാ മതി. ജോഷുവാ, ടൂൾസ് എടുക്കട്ടെ. ആ ഉരുട്ടാനുള്ള ഇരുമ്പ് പടി അകത്തിരിപ്പുണ്ടോ? ഇരുമ്പ് കണ്ടോ? അയ്യോ, എന്നെ എടാ, നീ ഇവിടെ കിടന്ന് എത്ര വേളം വെച്ചാലും നിന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ ഒരു സൂപ്പർമാനും ഒരു സൂപ്പർ ഗേളും വരാൻ പോണില്ലടാ. എന്തുവാണ് ഇവിടെ പരിപാടി? നിങ്ങൾ എന്താ ഇവിടെ പോയില്ലേ? ഞങ്ങള് പോയി. എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ച്, അതുകൊണ്ട് പാതിക്ക് വെച്ച് തിരിച്ച് ഇങ്ങോ പോന്ന്. ഇവിടെ ഇതായിരുന്നല്ല പരിപാടി. പൊളിച്ച് എണീരടാ, എണീര് മകളെ. നീ ഞെരിച്ചടാ. നീ
പൊളിച്ചേട്ടാ. ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡ് നിനക്ക് എന്നടാ. ചേച്ചി നമ്മളെ ഈ നാടകത്തിന്റെ റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോളേജ് നടത്താനുള്ള നാടകത്തിന്റെ. അതിന് പാസ് ഔട്ട് ആയ നിനക്കൊക്കെ ഏത് കോളേജ്? കോളേജ് എന്ന പേരിലുള്ള ക്ലബ്ബാ. കള്ളത്തരം പറയുന്ന എന്തൊക്കെയായിരുന്നു അവന്റെ ഒരു ഗുണ്ടായസം. ഞാൻ അവിടെ ഇരുന്നെല്ലാം കേട്ടടാ പുറത്തിരുന്നിട്ട്. ഞാൻ അവന്റെ അടുത്ത് എന്തൊക്കെയാ പറഞ്ഞേ? നഖം പിഴുതെടുക്കും, മുടി പറിച്ചെടുക്കും, മണ്ണ് തീറ്റിക്കാണോ നിന്നെ ഞാൻ മണ്ണ്. கேசு நான் அப்படி உன்னை பத்தி நினைக்கவே இல்லடா. நீ நல்ல புள்ள தானே, இப்படி எல்லாம் செய்யலாமாடா? ഞാൻ നല്ല പിള്ളയാണല്ലോ. ആ നല്ല പിള്ളയെ കുറിച്ച് അവൻ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. രണ്ടെണ്ണം കൂടെ കൊടുക്കരച്ചു. പടവലത്തോട്ടുള്ള പോക്കും മുടക്കിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെ തല്ലിട്ട് എന്ത് കാര്യം? തല്ലി മനുഷ്യന്റെ കയ്യിലൊക്കെ തഴമ്പായി. എന്റെ ഭാഗത്തല്ലേ തെറ്റ്, എവന്റെ ഭാഗത്താ തെറ്റ്. എന്തും പറഞ്ഞോണ്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ചേട്ടനോട് സോറി പറയട്ടാ. ആ ചേട്ടനോട് സോറി പറയാൻ. സോറി ഒന്നും പറയണ, ഞാൻ പൊക്കോളാം. അവിടെ അവിടെ ഒന്നോളണം. മാപ്പ് പറയടാ. മാപ്പ് പറയാൻ கேசு சொல்லுடா ஒரு மாப்பு. മര്യാദക്ക് പറയല്ലെങ്കിൽ ആ പേപ്പട്ടയെ തല്ലട പോലെ തല്ലിക്കൊല്ലിട്ടേ. വില പോവും. മാപ്പ് പറ. പറയാം. സോറി. സോറി പോരാ, കാല് പിടിച്ച് മാപ്പ് പറയണം. ആറു ഇത്ര വേണോ? വേണം. കാല് ഞാൻ പിടിക്കണോടാ. പിടിക്കണടാ. ചേച്ചി വരും. മര്യാദക്ക് പിടിച്ചോ. വേഗം, സമയമില്ല. ബാംഗ്ലൂർ പോളതാ. സോറി സോറി. സോറി. ചേച്ചിയെ ചേച്ചിയെ ശരിക്കും സോറിടാ. സോറി ചേച്ചിയെ, ജീവൻ തിരിച്ചു തന്നതിൽ ഒരുപാട് നന്ദി. കുറച്ച് വഴി തരും, ഞാൻ പൊക്കോളാം. പാവം കൊച്ച്, ഇനി നീ വീട്ടിന് വെളിയിലോട്ട് ഇറങ്ങിയാല് വലിയ ഗുണ്ട വന്നേക്കുന്നു. ഗുണ്ട ഇനി എന്തോന്ന് ഗുണ്ട വില മൊത്തം കളഞ്ഞു. പറ്റിച്ചതല്ല. മോനെ ജോഷുവ, അതിവിടെ ഒരു ബഹളം കേട്ടപ്പോഴേ എന്താന്ന് അറിയാൻ വേണ്ടി വന്നതാ ചേച്ചി. അപ്പൊ നീയാ ഫൈസി? ഞാൻ ഇവന്റെ ബഹളം കേട്ട് വന്നതാ. എന്തായാലും വാ, ചായ കുടിച്ചിട്ട് പോവാ. വാ. ഞാനും വരണോ? ചെല്ലടാ അങ്ങോട്ട്. ഇറങ്ങണത് വെള്ളം വെച്ചല്ലേ? റൂമിന്റെ അകത്ത് കാറ്റൊക്കെ കൊണ്ടിരി. കേറാ. ഇത് കേറ ഒരു മടി. ഏയ് കുഴപ്പമില്ല. എടാ നീ ഇതൊരു പോയില്ലേ? നീ പോയില്ലേ? ചേച്ചേ എന്താ അടച്ചേ? ഒന്ന് തുറക്കുവോ? സൗകര്യമില്ല തുറക്കാൻ. അടച്ചെന്താ? കുറച്ചു നേരം മക്കൾ അതിന്റെ അകത്ത് കിടക്ക്. പിന്നെ ജോഷുവ, നീ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചല്ലേ ചേച്ചിയുടെ പൂട്ടിട്ടേക്കുവാന്ന് പറഞ്ഞാ മതി. അച്ഛനമ്മ അടുത്ത് വന്നിട്ട് നിന്നെയൊക്കെ തുറന്നു വിടാം. പിന്നെ മോനെ ഫൈസി, അന്റെ വാപ്പ വന്ന വരിച്ച് അവിടെ കിടക്ക്. അയ്യോ ചേച്ചി ചതിക്കല്ലേ ചേച്ചി. കാര്യമില്ല. ചേച്ചി എന്നെ ആരും ഒന്നാ തുറന്നുവിടും. ഞാൻ വന്നാ മതിയോ മക്കളെ? അയ്യോ